Hi friends, welcome to Hamictech graphics. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് യൂട്യൂബിൽ വന്ന ഒരു 3 അപ്ഡേറ്റുകളെ പറ്റിയാണ്. അപ്പം ഈ ഓരോ അപ്ഡേറ്റും ക്രിയേറ്റേഴ്സിനും അതുപോലെ സാധാരണ യൂട്യൂബ് യൂസ് ചെയ്യുന്ന വ്യക്തികൾക്കും എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റുകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ സൂപ്പർ താങ്ക്സ്. അതായത് നമുക്കറിയാം യൂട്യൂബിൽ ലൈവ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കേഴ്സും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ തന്നെയുള്ള ഒരു ചെറിയ അപ്ഡേറ്റ് ആണിത്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്നിരിക്കട്ടെ, അപ്പോൾ ആ ഒരു വ്യക്തിക്ക്, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു യൂട്യൂബർക്ക് നമുക്ക് എന്തെങ്കിലും പൈസ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് സൂപ്പർ താങ്ക്സ് എന്നൊരു പുതിയ ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഒരു വ്യക്തിക്ക് കുറച്ച് പൈസ കൊടുക്കാവുന്നതാണ്. 40 രൂപ, 100 രൂപ, 200 രൂപ, 1000 രൂപ തുടങ്ങിയ എമൗണ്ടുകളിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ആ ഒരു യൂട്യൂബർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഏതാണോ നമുക്ക് കൊടുക്കാൻ ആഗ്രഹം തോന്നുന്ന പൈസ എന്ന് വെച്ചാൽ അത് ഇതുപോലെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ബൈ ആൻഡ് സെൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡ്, UPI പിന്ന്, അതുപോലെ നെറ്റ് ബാങ്കിങ് തുടങ്ങിയ ഏതെങ്കിലും ഒരു ഓപ്ഷൻ വഴി നമുക്ക് ആ ഒരു വ്യക്തിക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട എമൗണ്ട് എത്രയോ അത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നത് രീതി ഏതോ അത് ചൂസ് ചെയ്യുക. അനുസരിച്ചുള്ള ബാക്കി ഫർദർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് പൈസ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ആ ഒരു നമ്മുടെ ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു യൂട്യൂബർക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും നമുക്കിത് കൊടുക്കാൻ സാധിക്കും. എന്നാൽ ഇത്തരത്തിൽ എല്ലാ യൂട്യൂബർക്കും നമുക്ക് ചിലപ്പോൾ പൈസ കൊടുക്കാൻ സാധിച്ചു എന്ന് വരത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സൂപ്പർ താങ്ക്സ് എന്ന ഓപ്ഷൻ ആ ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ആ ഒരു കണ്ടൻറ് ക്രിയേറ്റർ അത് എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള എമൗണ്ടുകൾ സൂപ്പർ താങ്ക്സ് എന്ന ഈ ഒരു ഫീച്ചർ വഴി ആ വ്യക്തിക്ക് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു കണ്ടൻറ് ക്രിയേറ്റർക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട എമൗണ്ട് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി യൂട്യൂബിൽ വന്ന രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് നോക്കാം. നമുക്കറിയാം, നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിന് ലൈക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ യൂട്യൂബിൽ നമ്മൾ കാണുന്ന വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഡിസ്ലൈക്ക് ചെയ്യാനും പറ്റും അല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ ലൈക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാണാനൊരു ഗുമ്മില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു അട്രാക്ഷൻ നമുക്ക് തോന്നില്ല അല്ലേ. എന്നാൽ ഇനി മുതൽ നമുക്ക് നല്ല അട്രാക്റ്റീവായ രീതിയിൽ നമ്മുടെ ആ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നമ്മൾക്ക് ഇനി മുതൽ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കുമ്പോൾ സാധാരണ നമ്മൾ ചെയ്തതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു ആനിമേഷനോട് കൂടി തന്നെ നമുക്ക് ആ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആനിമേഷൻ അവിടെ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഈ ഒരു ലൈക്ക് ബട്ടണിൽ ഇങ്ങനെ അടിച്ചു കളിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുന്നതല്ലേ. അപ്പോൾ അത് ആ ഒരു വീഡിയോ ചെയ്യുന്ന ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു കണ്ടൻറ് ക്രിയേറ്റർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി യൂട്യൂബിൽ മൂന്നാമതായിട്ട് വന്ന അപ്ഡേറ്റ് എന്ന് നോക്കാം. നമുക്കറിയാം, നമുക്ക് യൂട്യൂബിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വീഡിയോ നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നാൽ ആ ഒരു വീഡിയോയുടെ ഫസ്റ്റ് മുതൽ എൻഡ് വരെ ആ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്സ് കാണേണ്ട ആവശ്യമില്ല. അതായത് ആ ഒരു വീഡിയോയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഒരു വീഡിയോയുടെ ഇടയ്ക്കുള്ള കുറച്ച് പോർഷൻസ് മാത്രമായിരിക്കും. അപ്പോൾ ആ ഒരു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രം നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി എന്നിരിക്കട്ടെ. അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷൻ നമുക്കിപ്പോൾ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ ക്ലിക്ക് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്രയും പോർഷൻ ഏതോ അത്രയും പോർഷൻസ് മാത്രം നമുക്കിതുപോലെ സെലക്ട് ചെയ്യാൻ സാധിക്കും. സെലക്ട് ചെയ്തിട്ട് ആ ഒരു പോർഷൻസ് മാത്രം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഒരു 60 സെക്കൻഡ് വരെയുള്ള പോർഷൻസ് മാത്രം നമുക്ക് സെൻഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്താൽ മതി. ഈ ഒരു ഓപ്ഷൻ വഴി നമുക്ക് 60 സെക്കൻഡ് വരെയുള്ള പോർഷൻസ് ഇതുപോലെ സെലക്ട് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പോർഷൻ ഇതുപോലെ സെലക്ട് ചെയ്ത് ഈ ഒരു 60 സെക്കൻഡിനകത്തുള്ള പോർഷനിൽ മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്, അത്രയും പോർഷൻ മാത്രം എൻ്റെ ഫ്രണ്ട്സ് കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ അത്രയും പോർഷൻ മാത്രം ഇതുപോലെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ഒരു
ആഡ് ഡിസ്ക്രിപ്ഷൻ എന്നത് ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു ടൈറ്റിൽ നമ്മൾ കൊടുക്കേണ്ടതാണ്. അത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് സെൻഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ അത് സ്കിപ്പ് ചെയ്യാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും കൊടുത്താൽ മതി. അതിനുശേഷം താഴോട്ട് നോക്കാമെന്നുണ്ടെങ്കിൽ ഷെയർ ക്ലിപ്പ് എന്ന് കാണാം. ഷെയർ ക്ലിപ്പ് എന്നത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത് നമ്മുടെ ഫ്രണ്ട്സിന് വാട്സപ്പ് വഴിയും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മളിപ്പോൾ അയച്ച ഒരു ലിങ്ക് കിട്ടിയ നമ്മുടെ ഫ്രണ്ട് ഇത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു കൊടുത്ത അത്രയും പോർഷൻസ് മാത്രമേ ആ ഒരു വ്യക്തിക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കത്തുള്ളൂ. അത് അത്ര പോർഷൻസ് മാത്രമേ അവിടെ പ്ലേ ആവത്തുള്ളൂ. ഇവിടെ നമ്മൾ ട്വിറ്റർ പിന്നെ ഇമെയിൽ ID. അപ്പം നല്ലൊരു അപ്ഡേറ്റ് ആണ്. എല്ലാവരും ഈ അപ്ഡേറ്റൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഈ ഒരു അപ്ഡേറ്റുകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.